ഇത് മലേഷ്യയിലെ സൂപ്പർ മാർക്കറ്റിൻ്റെ സീ ഫുഡ് സെക്ഷനാണ്. സീ ഫുഡ് എന്ന് എഴുതിയ ഒരു മീൻ ലോഗോ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സൈഡിൽ മീറ്റ് സെഷനും ഉണ്ട്. നാട്ടിൽ പോലും കണ്ടിട്ടില്ല ഇത്രയും വലിയ കൊഞ്ചൊക്കെ. ഇതെന്തോ കൊഞ്ചിൻ്റെ രാജാവും. വില കണ്ടാൽ ഓടും കേട്ടോ, വില നോക്കാനേ പറ്റത്തില്ല. മാർക്കറ്റിൽ വന്നപ്പോൾ ഇത് കണ്ട് അപ്പോൾ ഒരു വീഡിയോ എടുത്തു. സത്യത്തിൽ എനിക്കിതിൻ്റെ പേരറിയത്തില്ല. ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ആറ്റു കൂന്തലെന്ന് കണ്ട്. ഇത് കൂന്തലാണോ? ഞാൻ കൂന്തലെന്നൊക്കെ വിചാരിക്കുന്ന കണവയാണ്, പക്ഷേ ഇത് കണ്ടോ, ഇതിൻ്റെ പേര് ആറ്റുകൂന്തൽ എന്നാണ് ഗൂഗിളിൽ കാണുന്നത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് എനിക്കറിയത്തില്ല. അറിയാമെങ്കിൽ പറയണേ, ആരെങ്കിലും കമൻറ്റ് ചെയ്യണേ. ചെമ്മീൻ തന്നെയാണോ കൂന്തൽ? എനിക്കറിയത്തില്ല. പക്ഷേ സിംഗപ്പൂരിനേക്കാളും വില കുറവാണ് കേട്ടോ. ഇവിടെ എല്ലാം വാങ്ങാൻ സിംഗപ്പൂരിനേക്കാളും റേറ്റ് കുറവാണ്. എനിക്ക് തോന്നുന്നു നാട്ടിൽ പോലും ഈ വിലയ്ക്ക് കിട്ടത്തില്ലെന്ന് തോന്നുന്നു. നാട്ടിനേക്കാളും ലാഭമുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൻ ചെമ്പല്ലിയാണോ? ചെമ്പല്ലിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ചെമ്പല്ലിക്കൊക്കെ 55 കാണിക്കുന്നുണ്ട്. എല്ലാം നല്ല ഫ്രഷ് ചെറിയ മീനൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് സിംഗപ്പൂർ ഇങ്ങനെ മാർക്കറ്റിൽ പോയാൽ ഈ മീൻ കൂരിയല്ലേ? മഞ്ഞക്കൂരിയാണെന്ന് തോന്നുന്നു. മഞ്ഞക്കൂരി 18 റിങ്കറ്റ് എഴുതിയേക്കുന്നത്. നാട്ടിലെ വില വെച്ച് ലാഭം ഇവിടാന്ന് തോന്നുന്നു. ഇത് കണ്ടോ ഞണ്ട്, നല്ല ഓടുന്ന ഞണ്ട. ഇതിനെല്ലാം കാലിൽ കെട്ടിയിട്ടേക്കുവാണ്. ഇട്ടാൽ കഴിഞ്ഞ് നോക്ക്, കെട്ടിയിട്ടേക്ക് അനക്കുന്നുണ്ട്, അനങ്ങുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക്. ഞണ്ട് രാജാക്കന്മാർ. മുട്ട ഞണ്ടാണ് കേട്ടോ, വലിയ ഞണ്ട്, നല്ല ഞണ്ടായത് കേട്ടോ. ഈ വെള്ള ഞണ്ടിനൊക്കെ നല്ലതാണ്. ഇത് ഞണ്ടിൻ്റെ തന്നെ വേറൊരു ഇനമാണെന്ന് തോന്നുന്നു. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ സ്ലിപ്പർ ലോബ്സ്റ്റാർ എന്നാണ് പേര് കേട്ടത്. ഇത് ഞണ്ടല്ല, സ്ലിപ്പർ ലോബ്സ്റ്റാർ. ഇത് ഞാൻ ആദ്യമായിട്ടാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞണ്ടിൻ്റെയൊക്കെ വില ഭയങ്കര വിലയാണ് കേട്ടോ. ഫിഷൊക്കെ കട്ട് ചെയ്തും കിട്ടും, കട്ട് ചെയ്യാത്തതും കിട്ടും. എല്ലാ സാധനവും ഈ ഒരു ഒറ്റ ഷോപ്പിലുണ്ട്. ഞാൻ ഈ സീ ഫുഡിൻ്റെ മാത്രമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.